Dear friends, learn English grammar with Madhav Mash. In the last class, I told you something about reporter speech, especially about assertive sentences. That means statement or declarative sentences. Today, I am going to tell you something about imperative sentence. Imperative sentence means command, request or order. ആയതുകൊണ്ട് ഈ കമാൻഡ് റിക്വസ്റ്റ് ഓർഡർ എന്ന വാചകങ്ങളാണ് ഇന്ന് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ രണ്ടാമത്തെ സെൻറ്റൻസ്, ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ ചെയ്തത് അസർട്ടീവ് സെൻറ്റൻസുകൾ, രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കൽപ്പന, ആജ്ഞ, അപേക്ഷ, ഇത് മൂന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് വെർബ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൊട്ടേഷനുള്ള വാചകം റിപ്പോർട്ട് ചെയ്യേണ്ട ആ മാറ്റർ, ആ സെൻറ്റൻസ്, അതിനെ റിപ്പോർട്ടിംഗ് വെർബിനോട് കൂടി കൂട്ടാൻ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസിൽ സാധാരണ ദാറ്റ് എന്നുള്ള കൺജങ്ഷനാണ് ഉപയോഗിക്കുക. ഇവിടെ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ കൺജങ്ഷൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ ഉടനെ ആ റിപ്പോർട്ടിംഗ് വെർബ് വെക്കണത് നമുക്ക് തന്നിരിക്കുന്നത് സെഡ് എന്ന ടോൾ എന്നൊക്കെ ആണെങ്കിലും ആരെ ആരോട് പറയുന്നു എന്നതിനനുസരിച്ച് ആ റിപ്പോർട്ടിംഗ് വെർബ് ഈ അവർ തന്ന സെഡ് എന്ന ടോൾഡ് എന്നുള്ളതൊക്കെ മാറ്റി ആരോട് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അത് കമാൻഡ് ഇടുന്നോ, ഓർഡർ ഇടുന്നോ, റിക്വസ്റ്റ് ഇടുന്നോ, പ്ലീഡ് ഇടുന്നോ, ബെഗ് ഇടുന്നോ ഒക്കെ ആക്കി മാറ്റാം. അത് നമ്മൾ ആരോടത് പറയുന്നത്, ഒരു അധ്യാപകൻ കുട്ടിയോട് ടോൾഡ് എന്ന് പറഞ്ഞാൽ മതി, റിക്വസ്റ്റ് എന്ന് പറയേണ്ട കാര്യം ഇല്ല. അതേസമയം കുട്ടി അധ്യാപകനോട് റിക്വസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആരോടാണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് വേണം ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ കമാൻഡ് റിക്വസ്റ്റ് ഓർഡറിൽ റിപ്പോർട്ടിംഗ് വെർബിനെ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ചിലപ്പോൾ ടെൽ എന്നാവാം, അല്ലെങ്കിൽ ടോൾഡ് എന്നാവാം, അല്ലെങ്കിൽ സെഡ് എന്നാവാം. അത് അടുത്ത വാചകം ആരോട് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ മാറ്റി എഴുതണം. ആ മാറ്റി എഴുതുമ്പോഴാണ് ഓർഡർ ഇടുന്നോ, ഇപ്പോൾ രാജാവാണെങ്കിൽ കമാൻഡ് ഇടുന്നോ, ഓർഡർ ഇടുന്നോ, മിനിസ്റ്റർ ഓർഡേഡ്, കലക്ടർ ഡിക്ലയേർഡ്, ഒരു ബെഗർ ബെഗ്ഗഡ്, ഒരു കുട്ടി അച്ഛനോട് റിക്വസ്റ്റഡ്, ഒരു കുട്ടി അധ്യാപകനോട് റിക്വസ്റ്റഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മാറ്റി എഴുതും. അത് നമ്മുടെ വിവേചന കഴിവാണ്, റീസണിങ് പവറാണ്. നമ്മൾ ചെയ്യുക ആരോട് ഇവിടെ നല്ലത് റിക്വസ്റ്റഡ് തന്നെ എന്ന് തോന്നുന്നത് നമുക്കുണ്ടാവും. അത് ബൈ എക്സ്പീരിയൻസ് അതങ്ങനെ വരും. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കൊട്ടേഷനുള്ള വാചകത്തിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആക്കണം. ഇവിടെ കൺജങ്ഷൻ ആവശ്യമൊന്നും വരുന്നില്ല. റിപ്പോർട്ടിംഗ് വെർബ് ചെറുതായി മാറ്റണം. എന്നിട്ട് കൊട്ടേഷനുള്ള വാചകത്തിലെ വെർബിനെ കണ്ടെത്തി അതിനെ ടു ഇൻഫിനിറ്റീവ് ആക്കുക. അപ്പോൾ ഗോ എന്നുള്ളതാണെങ്കിൽ ടു ഗോ എന്നാകും, ലിസൺ എന്നാണെങ്കിൽ ടു ലിസൺ. ഇത് മാത്രമേ അതിന് ചെയ്യാനുള്ളൂ. പിന്നെ ആനുപാതികമായ ചില മാറ്റങ്ങൾ, ഹിയർ എന്നുള്ളത് ദേറാവും, നൗ എന്നുള്ളത് എന്നാവും, അതൊക്കെ ഞാൻ തുടക്കത്തിൽ എഴുതുന്നുണ്ട്. അതൊന്നും മാറ്റങ്ങളില്ല. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാവും, ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാവും, യെസ്റ്റർഡേ എന്നുള്ളത് ദ ലാസ്റ്റ് ഡേ എന്നാവും. ഇതൊക്കെ ഞാൻ നേരത്തെ എഴുതി തന്നതാണ്. ആ നിയമങ്ങളൊക്കെ ശരിയാണ്. പിന്നെ തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ അവിടെ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്, റിപ്പോർട്ടിംഗ് വെർബ് കണ്ടെത്തുക. തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അത് ഒന്നുകിൽ ഈ ഇമ്പരേറ്റീവ് സെൻസ് പറഞ്ഞാൽ റിക്വസ്റ്റോ കമാൻഡോ ഓർഡറോ ആയിരിക്കാം. അതിനനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബ് തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബിനെ മാറ്റണം. അത് ഓർഡർ ഇടുന്നോ, റിക്വസ്റ്റ് ഇടുന്നോ, കമാൻഡ് ഇടുന്നോ, ഡിക്ലെയർ ഇടുന്നോ ഒക്കെ ആക്കി മാറ്റേണ്ടി വരും. അത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആരോട് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടി. പിന്നെ കൊട്ടേഷനുള്ള വാചകത്തിൻ്റെ വെർബ് കണ്ടെത്തുക, ആ വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആകുക. അപ്പോൾ ഗോ എന്നുള്ളത് ടു ഗോ എന്നാവുന്നു. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ നേരത്തെ എഴുതുന്നുണ്ട്, നൗ തന്നെ, അതൊക്കെ പറഞ്ഞതില്ല. അതൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എക്സാമ്പിളുകളിലേക്ക് കടക്കാം. ഒന്ന്, ഇന്ന് ഞാൻ റിപ്പോർട്ടർ സ്പീച്ച് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് പറയുന്നത്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, ഇത് മൂന്നിൻ്റെ അറിവുണ്ടാവും. ഇനി ഹിയർ വി യൂസ്, അപ്പോൾ ഈ കമാൻഡ്, അതായത് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ ഹിയർ വി യൂസ് ദ റിപ്പോർട്ടിംഗ് വെർബ്സ് ഓർഡേഡ്, റിക്വസ്റ്റഡ്, കമാൻഡഡ്, പ്ലീഡഡ്, ബെഗ്ഡ്. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ, ഇത്തരം റിപ്പോർട്ടിംഗ് വെർബാണ് നമ്മൾ ഉപയോഗിക്കാറ്. റിപ്പോർട്ടിംഗ് വെർബുകൾ ഇതൊക്കെ ആയിരിക്കാം. ഇമ്പരേറ്റീവ് സെൻറ്റൻസിലെ റിപ്പോർട്ടിംഗ് വെർബുകൾ ഇതൊക്കെയായി വരണം. തന്നിരിക്കുന്നത് സെഡ് ടോൾഡ് ആണെങ്കിലും ഇതുപോലെയായി വരണം. ആരോട് പറയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ഒന്ന്, രാമ സെഡ് ടു അർജുൻ, ഗോ എവേ.
അപ്പോൾ ആ ഗോ എവേ എന്ന് പറയുമ്പോൾ പോകാൻ പറയുക, ഇവിടുന്ന് എന്ന് പറയുമ്പോൾ ഒരു കൽപ്പന അതിനുണ്ട്. അപ്പോൾ കൽപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് അർത്ഥം. ആയതുകൊണ്ട് തന്നെ രാമ ഓർഡേഡ് അർജുൻ ടു ഗോ എവേ. സെഡ് ടു പറയുന്നത് ഓർഡേഡ്, ഇത് കൽപ്പനയാണ്. അർജുൻ ഗോ എവേ എന്ന് പറയുന്നത് ടു ഗോ എവേ. വെരി സിമ്പിൾ. പിന്നെ കൊട്ടേഷൻ കൊടുത്താൽ ഒന്നും അവസാനം ഫുൾ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കാര്യങ്ങൾ കൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം, നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, രാമ സെഡ് ടു കൃഷ്ണ പ്ലീസ്. പ്ലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു റിക്വസ്റ്റ് ആണ്. വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഞാൻ മടങ്ങി വരുന്നവരെ നീ ഇവിടെ നിൽക്കുക, കാത്തു നിൽക്കുക. അല്ലോ എങ്ങനെ അത്ര സെഡ് ടു പോയിട്ട് എന്താ സെഡ് ടു എന്നുള്ള എന്തായി? രാമ റിക്വസ്റ്റഡ് കൃഷ്ണ. പ്ലീസ് വെയിറ്റ് എന്നുള്ള പ്ലീസിന് പകരം നമ്മൾ റിക്വസ്റ്റ് എന്നാക്കിയത്. പിന്നെ വെയിറ്റ് എന്നുള്ള വെർബാണ്. ആ വെർബിനെ ടു വെയിറ്റ് എന്നാക്കി, ഹിയർ എന്നുള്ളത് ആക്കി, ടിൽ ഐ റിട്ടേൺ എന്നുള്ളതായി മാറി. ടിൽ ഐ റിട്ടേൺ എന്നുള്ളതായി മാറി. ഹി റിട്ടേൺ എന്നാക്കി. റിട്ടേൺ എന്നുള്ളതായി മാറി, റിട്ടേൺ എന്നാക്കി. അപ്പോൾ ആദ്യത്തെ വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആക്കുക, പിന്നെ വരുന്ന വെർബുകളെയൊക്കെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ടിൽ ഐ റിട്ടേൺ രണ്ടാമത്തെ ക്ലോസ് ആണ്. ഇത് കൺജക്ഷൻ ടിൽ ഐ ഒരു സബ്ജക്റ്റ് കൊട്ടേഷനുള്ള വാചകത്തിന്റെ വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആക്കണം. അതേസമയം വെർബിനെ ടു ഇൻഫിനിറ്റീവ് ആക്കുക. പക്ഷെ രണ്ടാമത്തെ ക്ലോസ് നോക്കൂ, പാസ്റ്റ് ടെൻസ് ആക്കിയാൽ ടിൽ ഐ റിട്ടേൺ ടിൽ ഹി റിട്ടേൺ എന്നാക്കി മാറ്റി. അപ്പോൾ രാമ റിക്വസ്റ്റഡ് കൃഷ്ണ ടു വെയിറ്റ് ദ ഹിയർ ദ ടിൽ ഐ റിട്ടേൺ തന്നെ അവരുടെ ഹി റിട്ടേൺ എന്നാണ്. അവൻ മടങ്ങി വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കണമെന്ന് രാമൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. കോൾ ദ ഫസ്റ്റ് വിറ്റ്നസ്. ഒന്നാം സാക്ഷിയെ വിളിക്കുക. അതൊരു കൽപ്പനയാണല്ലോ. സെഡ് ദ ജഡ്ജ്. അപ്പോൾ ജഡ്ജ് ആയതുകൊണ്ട് ഇതിനെ കൊണ്ടുവരും. ദ ജഡ്ജ് ഓർഡേഡ് ഓർ കമാൻഡഡ് ടു കോൾ to call the first witness. The judge ordered or commanded to call the first witness. ഒന്നാം സാക്ഷിയെ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കുക എന്ന് ജഡ്ജ് കൽപ്പിച്ചു. The man shouted, let me go. ഒരാൾ ഒച്ച വെച്ചു. ആരോട്? മറ്റുള്ളവരോട്, അല്ലെങ്കിൽ കൂട്ടുകാരോട്, കൂട്ടി നിൽക്കുന്ന ജനങ്ങളോട്. The man shouted. അപ്പോൾ ആരോടോ നിങ്ങൾ അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കണം. Let me go ലെറ്റ് എന്നുള്ള വെർബിനെ നമുക്ക് എന്താക്കണം? ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ലെറ്റ് ഹിം എന്നുള്ളത് ഹിം ആവണം. ഗോ എന്നുള്ളത് ഗോ തന്നെ. ലെറ്റ് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് വരാൻ വേറെ ഇൻഫിനിറ്റീവ് ആണെന്ന് നമുക്കറിയാം. ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഹിം വെന്റ് എന്ന് പറയാൻ പറ്റില്ല, ലെറ്റ് ഹിം ഗോ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ടു ലെറ്റ് എന്ന് വയ്ക്കുക. ലെറ്റ് എന്നുള്ള പറഞ്ഞാൽ ടു ലെറ്റ് മീ എന്നുള്ളത് ഹിം ആവും. ദ മാൻ ഷൗട്ടഡ് ടു അതേഴ്സ് അല്ലെങ്കിൽ ഷൗട്ടഡ് ഹിസ് ഫ്രണ്ട്സ് ടു ലെറ്റ് ഹിം ഗോ. എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അവൻ ഒച്ച വെച്ച് പറഞ്ഞു. ദ മാൻ ഷൗട്ടഡ് ടു ഹിസ് ഫ്രണ്ട്സ് ടു ലെറ്റ് ഹിം ഗോ. ഇത് ഈ ഗോകൾ എന്താണോ വേറെ വർമ്മല്ലേട്ടാ, വേറെ ക്ലോസ് അല്ല, അതേ ക്ലോസിൽ ടു ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഗോ ലെറ്റ് പ്ലസ് ബേസ് ഫോം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഗോ, ലെറ്റ് മീ ഗോ എന്നുള്ളത് ലെറ്റ് ഹിം ഗോ. മീര സെഡ് ബി ക്വൈറ്റ് ആൻഡ് ലിസൺ ടു മൈ വേർഡ്സ്. മീര പറഞ്ഞു, കേൾക്കണം, എൻ്റെ വാക്കുകൾ കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവൾ ആ വാക്കുകൾ കേൾക്കാൻ അവളെ നിർബന്ധിച്ചു, മറ്റുള്ളവരെ നിർബന്ധിച്ചു. അതാണ് നമ്മൾ അർജഡ് എന്ന് വെച്ചത്. നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ അർജഡ് നമ്മൾ കുറച്ച് നല്ലത്. കൽപ്പിച്ചു എന്ന് പറയേണ്ട. മീര അർജഡ്, ഫോഴ്സ്ഡ് എന്നർത്ഥം. ഫോഴ്സ്ഡ്, കമ്പൽഡ്, മനസ്സിലായില്ലേ? മെയ്ഡ് അതേഴ്സ് എന്ന് നടത്തണം. മെയ്ഡ് കൂടെ ഫോഴ്സ് നടത്തണ്ടേ? മീര അർജഡ് ദ അതേഴ്സ് ബി ക്വൈറ്റ് ടു ബി ക്വൈറ്റ് ആൻഡ് ലിസൺ ടു ഹെർ വേർഡ്സ്. അതിനർത്ഥം ടു ബി ലിസൺ ടു ലിസൺ ടു ഹെർ വേർഡ്സ് ആണ്. ടു ബി ക്വൈറ്റ് ആൻഡ് ടു ലിസൺ ടു ഹെർ വേർഡ്സ്. ആ ടു പിന്നെ വെക്കേണ്ട കാര്യമില്ല. ബി ക്വൈറ്റ് അർജഡ് ദ അതേഴ്സ് ടു ബി ക്വൈറ്റ് ആൻഡ് ലിസൺ ടു മൈ വേർഡ്സ് ഹെർ വേർഡ്സ്. ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത്. ഈ എക്സാമ്പിൾ ഇന്ന് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് എടുത്തത്. ഇവ ഇന്ന് നല്ല പോലെ ബോർഡ് നോക്കി അസലായിട്ട് 2 പ്രാവശ്യം എഴുതി പഠിക്കുക. നാളെ കാലത്ത് ഒന്നുകൂടി എടുത്ത് ശ്രമിച്ചു നോക്കുക. വളരെ എളുപ്പമായി തോന്നും. മറ്റു ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക. അല്ലാതെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഒരു ചോദ്യം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറഞ്ഞു തരാറുണ്ട്. ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.